ഗൈസ്, വെൽക്കം ബാക്ക് ടു ജാസി ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് ഡേ ആണ് കേട്ടോ ഇന്ന്. സോ ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് തന്നെ ഇച്ചയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓപ്പൺ ചെയ്യണതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഇച്ച. അതുകൊണ്ട് ഒരു ചെറു പുഞ്ചിരി ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. സോ ഇച്ച അത് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഒരു സൺഡേ ആണ്. ഞാൻ ഏകദേശം 2.5 hour റെഡി ആയിട്ട് ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുന്നത്. കാരണം മഴയാണ് പുറത്ത്. പിന്നെ ഈ ഒരു ചൂടത്ത് മഴ അത്യാവശ്യമാണ്. എന്നാലും നമ്മളിങ്ങനെ പുറത്ത് പോകണം റെഡി ആയിരിക്കും. ഒരു മഴ പെയ്യില്ല. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാനാണ്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. 2.5 മണിക്കൂർ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ പോകേണ്ട. ഇപ്പം ക്ലൈമറ്റ് എല്ലാം ക്ലിയറായി. ഭയങ്കര വെയിലില്ല. മഴ കഴിഞ്ഞാൽ ഭയങ്കര വെയിലിങ്ങനെ കുറവാണ്. ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ള ട്രിവാൻഡ്രം ആനയറ ലുലു മോളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എക്സിബിഷൻ കാണാനാണ്. ട്രിവാൻഡ്രത്തുള്ളവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ടൈറ്റാനിക് എക്സിബിഷൻ നടക്കുകയാണ് കേട്ടോ. DJ അമ്യൂസ്മെൻറ്റ്സ് ആണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു കിടുക്കാച്ചി എക്സിബിഷൻ എന്നൊക്കെ കരുതി ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. നോ സ്പോക്കിംഗ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡും കാര്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അത്ര ബെസ്റ്റ് ആയിരുന്നില്ല. പുറമേ കണ്ടപ്പം കൊള്ളാം, DJ ഒക്കെ ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇച്ചിരി ഒത്തിരി ഉള്ളിലോട്ട് പോകുമ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങ് മനസ്സിനെ പിടിച്ചില്ല. പക്ഷേ അത് എന്താ പറയുക, നമ്മൾ 100 രൂപയാണ് എൻ്റെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത്. അത് വേസ്റ്റ് ആയോ എന്ന് ചോദിച്ച് ഫസ്റ്റ് ഞാൻ ചിന്തിച്ചു, പറ്റിപ്പോയല്ലോ. പക്ഷേ അകത്തോട്ട് കയറിയപ്പം അതേ ഫിലിമിൻ്റെ അതേ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര രസമുണ്ട്. സോ ടൈറ്റാനിക് ഈസ് വെൽക്കം ഓൾ. അകത്തോട്ട് എല്ലാവരും വെൽക്കം ചെയ്യാനുണ്ട്. ഭയങ്കര രസം. ഇതിൻ്റെ അകത്തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറമേ കണ്ടതുപോലെ അല്ലെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു 2-3 മിനിറ്റ്സിനേക്കാളും ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഫിലിമിലുള്ള എല്ലാ പേരുടെയും പിക്ക് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. നമുക്ക് ഇതൊരു ഭയങ്കര ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ് ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇനി സ്റ്റെയർ വഴി നമുക്ക് താഴോട്ടാണ് കേട്ടോ ഇറങ്ങാനുള്ളത്. അത് ഇതിനേക്കാളൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെറ്റപ്പ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് എനിക്കത് ഫീൽ ചെയ്തേയില്ല. പക്ഷേ ഇവിടെ ഭയങ്കര ഒരു ആംബിയൻസ് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു നമ്മളെ ഫിലിമിൻ്റെ ആ ഒരു ഹൈലൈറ്റ് പോർഷൻസൊക്കെ ഷിപ്പിൻ്റെ ഇതേ ഒരു പ്ലേസ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി വളരെ പെട്ടെന്ന് കവർ ചെയ്താൽ ഒരു 1 hour ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കേട്ടോ ഇതിനകത്ത്. അതിനപ്പുറമായിട്ട് ഇതിനകത്തൊന്നുമില്ല. ജസ്റ്റ് നമുക്കിതൊക്കെ ഒന്ന് കാണുക എന്നത് മാത്രമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയിൻ്റെ അന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് ഞങ്ങളവിടെ ഇങ്ങനെ തീരെ എന്താ പറയുക ടൈം അവിടെ കളഞ്ഞില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ. ആ ഒരു 1 hour കൊണ്ടുതന്നെ നമുക്ക് നന്നായിട്ട് ഇത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അകത്ത് സെക്യൂരിറ്റിക്ക് നമ്മുടെ പോലീസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇതടുത്ത് വരുമ്പോൾ അടുത്തൊരു വർഷം നമ്മളുടെ റോസിൻ്റെ റൂം പോലെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. പിന്നെ അവരുടെ എന്താ പറയുക സ്റ്റാച്യു ഉള്ള ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ അത്രയ്ക്കൊന്നും പോയില്ല. കിട്ടിയെടുത്തൊക്കെ തന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് അടുത്തൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ആ ഒരു റോസിൻ്റെ റൂമിൻ്റെ നമ്മൾ ആ ഫിലിമിൽ കാണുന്ന ആ ഒരു സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഇരുന്ന് റോസിൻ്റെ റെഡിയാവുന്ന സ്പേസ്, അവളുടെ റൂം മേക്കപ്പ് സ്പേസില്ലേ അതൊക്കെ സെറ്റ് ചെയ്തൊക്കെയാണ് അവരിവിടെ. അടുത്തിവിടെ വരുമ്പോൾ ഫുൾ ഹിസ്റ്ററി ഓഫ് ടൈറ്റാനിക് ആണ് കേട്ടോ. സോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് DJ അമ്യൂസ്മെൻറ്റിൻ്റെ ടൈറ്റാനിക് എക്സിബിഷനാണ്. സോ ദേ പ്രസൻറ്റഡ് ടൈറ്റാനിക്കിൻ്റെ മിക്ക ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സൊക്കെ അവരിങ്ങനെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ടൈറ്റാനിക്കിൻ്റെ ഒക്കെയാണ് ഇപ്പുറത്തൊരു സൈഡിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു എനിക്ക് തോന്നിയിട്ട്. കുറേ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. നമ്മൾ എക്സിബിഷൻ്റെ ഒക്കെ ഒരു മെയിൻ പോയിൻ്റ് ആയിരിക്കും എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത്. ആ ഒരു സംഭവം അവരവിടെ നന്നായിട്ട് ലാസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് പോയിൻ്റാണ് അവർ നന്നായിട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിങ്ങനെ എക്സിബിഷന് വന്നിട്ട് കുറച്ച് കണ്ടും പിന്നെ കുറച്ച് അറിവുമായിട്ട് പുറത്തിറങ്ങുക എന്നത് പറയുന്നത്. അപ്പം അതിൻ്റെ ഇതിലുള്ള കുട്ടി മാറ്റേഴ്സൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് തകർത്ത് എന്ന് വായിക്കുക. അപ്പം ഞാൻ റെസ്റ്റ് എടുത്തു. എൻ്റെ പണിയൊക്കെ ആദ്യമേ കഴിഞ്ഞു. ഞാൻ ഇച്ചിരി സ്പീഡിൽ വായിക്കുന്ന കൂട്ടത്തിൽ. പിന്നെ ഇതാ ലാസ്റ്റ് മൊമെൻറ്റ് ഓഫ് ടൈറ്റാനിക് ജസ്റ്റ് ഒന്നിങ്ങനെ അതൊരു പിക്ചർ പ്രസൻറ്റേഷൻ പോലെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ സിംഗേഴ്സ് അവരൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ലാസ്റ്റ് മിനിറ്റ് മ്യൂസിക്കൊക്കെ ആ ഫിലിമിന് ഭയങ്കരമായിട്ട് രസമുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ അപ്പുറത്തേക്കുള്ള വഴിയാണല്ലോ നമ്മളിത് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ നോർമൽ ഒരു എക്സിബിഷൻ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പോ കാണും, അത് കണ്ടു. പിന്നെ ഞങ്ങളൊന്ന് റിങ് വാങ്ങി. എപ്പോഴെഴുതും പോലെ അമ്മോ. അപ്പോൾ ഇതാ പേരൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എല്ലാ എക്സിബിഷൻസിന് മുമ്പിൽ ഇതുപോലെ തന്നെ വാങ്ങും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കറങ്ങി.
നേരെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് റൈഡ്സിൽ കയറണം എന്ന് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് അവിടെ ഇറങ്ങിയപ്പോൾ അത്രയ്ക്കും ഒരു ഇത് തോന്നിയില്ല. എന്താ പറയുക, നിറയെ ആളൊക്കെ ഉണ്ടെങ്കിലൊക്കെ റൈഡ്സിലൊക്കെ കയറാൻ തോന്നും. പക്ഷെ അത് അത്ര എനിക്കൊരു സെറ്റായിട്ട് തോന്നിയില്ല. കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് കയറിയിരിക്കണേ, എന്നാൽ ഞങ്ങൾ അതുകൊണ്ട് കയറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് എത്രാമത്തെ വട്ടമാണ്, ഇനി എന്തിനാണ് ഇവിടെ പോകണതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ട്രിവാൻഡ്രത്ത് വന്ന ലുലു മോളിൽ പോകുന്നത് ഇപ്പോൾ ഒരു നമ്മൾ ഇന്നൊരു സ്ഥിര പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ എത്തി. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താ പറയുക, കുറച്ച് എന്തായാലും വന്നതല്ലേ, ഇപ്പം കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകണം. പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നുമില്ല. പിന്നെ ലുലു മോളിൽ വന്നാൽ നമ്മൾ മെയിനായിട്ട് കയറുന്നത് ഒന്ന് ലുലു ഫാഷൻ സ്റ്റോറിലും പിന്നെ ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലും. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അപ്പോഴത്തെ ഇതുപോലെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി എവിടെയെങ്കിലും കയറും. പിന്നെ ഞങ്ങൾ ഫസ്റ്റായിട്ട് വന്നിട്ട് ഇവിടുന്ന് ഹൽവ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പലതരം എനിക്ക് ഭയങ്കര രസമാണ് ഇങ്ങനെ വെറൈറ്റി ഹൽവാസ് ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങളിന്ന് എന്തോ ഒരു ഹൽവ മേടിച്ചു കേട്ടോ. അതൊക്കെ എടുത്തു. പിന്നെ കുട്ടി പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിച്ചത് സംസമിൽ വന്നിട്ടാണ് കേട്ടോ. പാളയത്ത് കേരള യൂണിവേഴ്സിറ്റി ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിറ്റ് അവിടെയായിട്ട് സംസം ഹോട്ടലുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. 3 ഔട്ട്ലെറ്റായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിൽ കയറി ഇച്ചിരി നേരം നിന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്ക് പിന്നെ അപ്പർ ഫ്ലോറിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ല തിരക്കാണ്. അപ്പം ഞങ്ങളൊരു കുഴിമന്തിയാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ബ്രോസ്റ്റ്, അത് സംസം സ്പെഷ്യലാണ് കേട്ടോ. മന്തി റൈസ് വിത്ത് ബ്രോസ്റ്റ്. പിന്നെ ലിപ്സ് കാണിക്കുന്ന വേറെ ഒന്നുമില്ല, ഡാസർ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അതിനൊന്നും പറ്റിയില്ല എന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ ഏകദേശം നല്ല ലേറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പാളയം ചർച്ച്, ട്രിവാൻഡ്രത്തെ മെയിൻ ഹൈലൈറ്റാണ് കേട്ടോ പാളയം ചർച്ച്. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു ലൈറ്റ് സെറ്റപ്പിന് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങളിങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പം ഈ ഒരു എക്സിബിഷൻ കാണാൻ പറ്റുന്നവരെല്ലാവരും വന്ന് കാണും. കുറച്ച് ദിവസം ഇവിടെ കാണും. 100 രൂപയ്ക്ക് വർത്താണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകും. ട്രിവാൻഡ്രത്ത് ഫുള്ളായിട്ട് വരുന്ന ദിവസം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. സോ ഞങ്ങൾ നേരെ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ സീ യു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.